ഹായ്, വെൽക്കം ടു ക്യാമ്പസേഴ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA കോഴ്സിനെ കുറിച്ചാണ്. +2 ഏത് സബ്ജക്ട്സ് എടുത്ത സ്റ്റുഡൻസിനും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BBA. അതായത് ഇപ്പോൾ സയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ സയൻസ്, ഏത് സബ്ജക്റ്റ് എടുത്ത സ്റ്റുഡൻസിനും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് കോഴ്സാണ് BBA. 3 ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണിത്. പിന്നെ BBA ഓണേഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ 4 വർഷം ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മാനേജ്മെന്റ് സ്കിൽസും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസുമാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഒക്കെ തുടങ്ങിയ ഒരു എന്റർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് പറ്റിയ റൈറ്റ് ചോയ്സ് കൂടിയാണിത്. ഇനി BBAയുടെ സിലബസിലോട്ട് കടക്കുകയാണെങ്കിൽ ഇതിന്റെ മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ് ആൻഡ് ബിസിനസ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട, അത്ര ടഫ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, +2 ഏത് സബ്ജക്റ്റ് എടുത്ത സ്റ്റുഡൻസിനും BBA പഠിക്കും. അപ്പോൾ അവർക്ക് എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ മാത്തമാറ്റിക്സേ BBAയിൽ വരുന്നുള്ളൂ. അടുത്ത ടോപ്പിക് HR മാനേജ്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ, റീറ്റെയിൽ മാനേജ്മെന്റ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പും അതുപോലെ തന്നെ പ്രോജക്റ്റ് വർക്കും വരുന്നുണ്ട്. ഇനി ഇതിന്റെ ജോബ് റോൾസ് അതുപോലെ സാലറിയെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പം സാലറി എന്ന് പറയുമ്പോൾ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഭയങ്കര ഹയർ സാലറിയിലുള്ള ജോബൊന്നും എല്ലാവർക്കും BBA കഴിഞ്ഞതിന് ശേഷം കിട്ടത്തില്ല. നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും നമ്മുടെ സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ പഠിച്ച ഉടനെ തന്നെ ഭയങ്കര വലിയ ഹയർ സാലറി ഒന്നും എല്ലാ കുട്ടികളും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അങ്ങനെ കിട്ടുന്ന സ്റ്റുഡൻസും ഉണ്ട്. നല്ല നല്ല കമ്പനികളിൽ കയറിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ സാലറി കിട്ടി പോകുന്ന സ്റ്റുഡൻസും ഉണ്ട്. പക്ഷെ എല്ലാ സ്റ്റുഡൻസിനും വലിയൊരു സാലറിയിലുള്ള ജോബൊന്നും കിട്ടത്തില്ല. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ച് നിങ്ങൾക്ക് നല്ല നല്ല ജോലിയിൽ കയറാനും അതുപോലെ തന്നെ നല്ല നല്ല ഹയർ സാലറി ഓപ്ഷനൊക്കെ തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെ ഇതിന്റെ ജോബ് റോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, മാനേജ്മെന്റ് ട്രെയിനി, ഓപ്പറേഷൻ മാനേജർ, PRO, പ്രൊജക്ട് മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ നിരവധി ജോബ് റോൾസ് BBA കഴിഞ്ഞ സ്റ്റുഡൻസിന് ലഭിക്കുന്നുണ്ട്. പിന്നെ BBAക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിനുള്ള ഒരു പ്രധാന ഡൗട്ടാണ്, പല കോളേജുകളും അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റീസും ആഡ് ഓൺ പ്രോഗ്രാമായിട്ടും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷനായിട്ടൊക്കെ എക്സ്ട്രാ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഏവിയേഷൻ, ഡേറ്റ അനലിറ്റിക്സ്, അങ്ങനെ പല പല പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ആഡ് ഓൺ പ്രോഗ്രാംസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെടുത്ത് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ BBA മാത്രമായിട്ട് പഠിച്ചാൽ ജോലി കിട്ടത്തില്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സുകൾ എല്ലാ വർഷവും സ്റ്റുഡൻസ് ചോദിക്കാറുള്ളതാണ്. ജോലി കിട്ടാനായിട്ട് ഈ ആഡ് ഓൺ പ്രോഗ്രാം അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിക്കണമെന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. BBA പഠിച്ച സ്റ്റുഡൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ ജോബ് റോൾസ് ഒക്കെ ഇല്ലേ, അതൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു ആഡ് ഓൺ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പം ഒരു കമ്പനിയിലെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പം ഈ ഒരു സർട്ടിഫിക്കറ്റും കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കണക്കാക്കി നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള മുൻഗണന കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പഠിക്കുമ്പം ഒരു ആഡ് ഓണോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷനൊക്കെ എടുത്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങളിപ്പം BBAയുടെ കൂടെ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ആഡ് ഓൺ ആയിട്ട് പഠിക്കാനാണെങ്കിൽ BBAക്ക് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിപ്ലോമ ആയിട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സൊക്കെ ആയിട്ട് ഈ കോഴ്സസ് ഷോർട്ട് ടൈമിൽ പഠിച്ചെടുക്കാനും പറ്റും. അങ്ങനെ വേണമെങ്കിലും പഠിക്കാം. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ തരുന്ന കോളേജുകളാണെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ. കാരണം യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇപ്പം BBA ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ BBAയുടെ സർട്ടിഫിക്കറ്റും ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം അതാണ് എപ്പോഴും ബെറ്റർ. അതിനെ നമ്മൾ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അതാവുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ലോകത്ത് എവിടെയും അത് അക്സെപ്റ്റഡ്, ഗ്ലോബലി അക്സെപ്റ്റഡാണ്. ആഡ് ഓൺ ആവുമ്പം ഈ BBAയുടെ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി തരും. ഏത് കോളേജാണ് ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് അത് തരും. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ അഡീഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ കോളേജ് ഏത് കമ്പനിയായിട്ടാണ് ടൈപ്പ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് അവർക്ക് ആഡ് ഓൺ കുട്ടികൾക്ക് ക്ലാസ്സസ് കൊടുക്കുന്നത്, അവരായിരിക്കും സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പോൾ 2 സർട്ടിഫിക്കറ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. BBAയുടേത് ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റി അണ്ടറിലാണോ ആ യൂണിവേഴ്സിറ്റി തരും. ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് ഏത് കമ്പനിയാണോ ഉള്ളത് ആ കമ്പനി തരും. അപ്പം അതിനെക്കാട്ടിയും ബെറ്റർ. അത് ഇപ്പം നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകാൻ ശ്രമിക്കുമ്പം അത് ചില കൺട്രീസിലൊന്നും അങ്ങനെ പ്രൈവറ്റ് കമ്പനികളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും ബെറ്റർ. പിന്നെ ഇപ്പോൾ അഡീഷണൽ സർട്ടിഫിക്കേഷൻ ആണെങ്കിലും എടുത്ത് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് കമ്പനിയാണ് ആ സർട്ടിഫിക്കറ്റ് തരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. കാരണം പലയിടത്തും ഈ പ്രൈവറ്റ് ഏജൻസീസൊക്കെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പല കോളേജും പല പ്രൈവറ്റ് ഏജൻസീസുമായിട്ട്
ചേർന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഈ ആഡ് ഓൺ പ്രോഗ്രാമിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ കോളേജ് ട്രെയിനിങ് തരുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രീവിയസ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവിടെ നേരത്തെ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഈ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ച് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നിങ്ങളൊരു കോളേജിൽ പോയി ജോയിൻ ചെയ്യാവൂ. കാരണം പലയിടത്തും കറക്റ്റായിട്ട് ഈ ആഡ് ഓൺ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് ആഡ് ഓണിൻ്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് നല്ല, അതായത് പ്രൈവറ്റ് ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടികൾക്കൊന്നും ആഡ് ഓൺ പ്രോഗ്രാമിൻ്റെ ക്ലാസ്സസ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാനായിട്ട് കോളേജിൽ പോകുമ്പോൾ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം നോക്കി ഉറപ്പ് വരുത്തി മാത്രമേ കോളേജ് എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് എക്സ്പീരിയൻസിനെ ബേസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് തന്നെ നല്ല നല്ല കമ്പനികളിൽ പ്ലേസ്മെൻറ്റ് തരുന്ന ഒരു കോളേജ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. അതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ അവിടുത്തെ നേരത്തെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയും അതുപോലെ പ്ലേസ്ഡ് ആയി പോയ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് മാത്രമേ നിങ്ങൾ ഈ കോളേജ് ചൂസ് ചെയ്ത് പഠിക്കാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ അബദ്ധത്തിൽ ഒരിക്കലും ചെന്ന് ചാടരുത്. ഞങ്ങൾ ഇതിനെക്കുറിച്ചൊരു സ്റ്റഡീസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പല കോളേജിലും പോയി സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ഇത് കോഴ്സ് പഠിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. BBA പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.